കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ബീഫിൻ്റെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഷിയാസിനെതിരെ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒരു ന്യൂസ് വന്നിരിക്കുന്നത്. ഇതാണ് കൊണ്ടെങ്കിൽ ഷിയാസിനെതിരെ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ പരാതി കൊടുത്തിരിക്കുകയാണ്. തൻ്റെ കയ്യിൽ നിന്നുണ്ടെങ്കിൽ പണം തട്ടിയെടുത്ത് അതോടെ തന്നെ ശാരീരികമായിട്ടൊക്കെ ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പരാതി വന്നിട്ടുണ്ടായിരുന്നത്. അതിന് മറുപടി എന്നുള്ള രീതിയിലുണ്ടെങ്കിൽ ഷിയാസ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതേ കണക്ക് അവളാണ് എന്നെ പറ്റിച്ചത്, എൻ്റെ കയ്യിൽ നിന്നൊക്കെ ഇതേ കണക്ക് ഒരുപാട് പൈസയൊക്കെ അടിച്ച് മാറ്റിയിട്ടുണ്ടെന്നുള്ള രീതിയിലൊക്കെ ഉണ്ട് ഈ ഷിയാസ് പറഞ്ഞിട്ടുണ്ട്. ഞാനാണ് ആദ്യമേ അവൾക്കെതിരെ പരാതി കൊടുത്തത്, അങ്ങനെ അവസാനം അവർക്ക് പ്രശ്നമാകുമെന്ന് അറിഞ്ഞപ്പോഴത്തേക്കുണ്ടെങ്കിൽ എനിക്കെതിരെ ഇത് കണക്ക് ഇല്ലാത്ത കേസൊക്കെ കൊടുത്തിരിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് ഷിയാസ് പറഞ്ഞിരിക്കുന്നത്. അതിന് തെളിവായിട്ടുണ്ടെങ്കിൽ ഷിയാസിൻ്റെ ഇൻസ്റ്റാഗ്രാമിലുണ്ടെങ്കിൽ സ്റ്റോറി ആയിട്ട് ഇട്ടിട്ടുണ്ട്. ആദ്യം ആരാണ് കംപ്ലയിൻറ്റ് ഫയൽ ചെയ്തേക്കുന്നത് എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇത് കണക്ക് ശാരീരികമായിട്ട് ഉപദ്രവിച്ചു എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേർക്കെതിരെ പരാതി കൊടുക്കുന്നത് നമ്മൾ കാണുന്നതാണ്. അതുപോലെ തന്നെ ആണെന്നോ ഇതെന്നുള്ള രീതിയിൽ അറിയത്തില്ല. എന്തായിരുന്നാലും ഷിയാസ് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ തനിക്കെതിരെ ഇത് കണക്ക് ഇല്ലാത്ത പരാതി കൊടുക്കുക പെൺകുട്ടി ശ്രമിക്കുന്ന ഒരു കാര്യമാണ്. താനാണ് ആദ്യമേ പരാതി കൊടുത്തത്, അത് ഭയങ്കരമായിട്ട് പേടിച്ചു പോയതുകൊണ്ട് തനിക്കെതിരെ ഒരു കള്ളപ്പരാതി എന്നുള്ള രീതിയിലാണ് ഇത് കണക്കൊണ്ട് ആ പെൺകുട്ടി ചെയ്തേക്കുന്നതെന്നാണ് ഷിയാസ് പറഞ്ഞിരിക്കുന്നത്.